ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ച് വീഡിയോ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ചോറും കറിയൊന്നുമല്ല. ഇന്ന് മോളുടെ പിറന്നാളാണ്, ഡേറ്റാണ്, നക്ഷത്രമല്ല ഡേറ്റാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരു ഓൾമോസ്റ്റ് വാഷ് കഴിഞ്ഞ് കിടക്കും. എന്നാലും ഞാൻ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ട് വീണ്ടും വെച്ചിരിക്കും. ഇങ്ങനെ കുറച്ചും കൂടെ ഒക്കെ അഴുക്ക് ഇളകട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സവാള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയുന്നുണ്ട്. നമുക്ക് ആദ്യം ഇത് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്, കുക്കറിൽ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ചിക്കനും കൂടി അങ്ങ് ഇട്ട് വേവിച്ചെടുക്കുകയുള്ളൂ. പെട്ടെന്ന് എളുപ്പപ്പണിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഈ കല്ലിനകത്തിട്ട് ചതച്ചെടുക്കാം. ഓക്കെ, ചിക്കനൊക്കെ ഞാൻ അടപ്പിലാക്കി. പിന്നെ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിന് ഉള്ള സാധനങ്ങളാണ്. ഞാൻ ഈ ചോപ്പറിലിട്ട് പെട്ടെന്ന് ഇങ്ങനെ എടുത്തെടുക്കും. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അതും കൂടി ഈ ചോപ്പറിലോട്ടിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് അരി ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, സലാഡ്, പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം മോളെ വാ ലക്ഷ്മി. എല്ലാവരും അല്ല, ഞാൻ പറയട്ടെ, ഇച്ചിക്കുട്ട എങ്ങനെയുണ്ട്? ആ, പിറന്നാൾ കാരി പറ എങ്ങനെയുണ്ടെന്ന്. സൂപ്പറാണ്. ശിവന്യക്കുട്ടി അപ്പം ലക്ഷ്മി കുട്ടി പറഞ്ഞ എങ്ങനെയുണ്ട്? അപ്പൊ ദീവാമ്മ നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഇനി ഞങ്ങൾ കഴിക്കാം. ഞങ്ങൾ അവിടെ പ്ലേറ്റും കൊണ്ട് അവിടെ ഇരിക്കാം. ഇത് അമ്മയ്ക്ക് കൊടുക്കാം. എന്നാ കഴിച്ചോ, നോക്ക്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് മുറിക്കാൻ പോവാ. എല്ലാരും മുറിച്ചോ. ആ, മുറിച്ചോളൂ. അങ്ങനെ വേദിക കുട്ടിയുടെ പിറന്നാൾ ആഘോഷം ഇവിടെ തീരുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി പായസവും കൂടെ വെക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.